എൻ്റെ കയ്യിലുള്ള ഈ പാക്കറ്റിൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ മെയിൻ എൻട്രൻസ് കഴിഞ്ഞ അകത്തേക്കുള്ള ആദ്യത്തെ വഴിയിലാണ്. കാണുന്ന എല്ലാവരും കൗതുകത്തോടെ നോക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ പൊരി വെയിലത്ത് എന്തിനാണ് ഇവിടെ ഇത്രയും വലിയൊരു ക്യൂ? ഇത് DYFIയുടെ പൊതിച്ചോറ് വാങ്ങുവാനായി ക്യൂ നിൽക്കുന്ന ആൾക്കാരാണ്. മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും രോഗിയുടെ കൂട്ടിരിപ്പുകാർക്കും വേണ്ടി DYFI പ്രവർത്തകർ കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ നിന്ന് പല വീടുകളിലെ രുചികളാണ് ഈ ഒരു പൊതിച്ചോറിലുള്ളത്. ശരിക്കും രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഇത് വലിയൊരു സഹായം തന്നെയാണ്. അടുത്തുള്ള ഹോട്ടലുകളിൽ 70ഉം 100ഉം രൂപയുടെ ഊണാണുള്ളത്. സാധാരണക്കാർക്കത് വലിയ പണം തന്നെയാണ്. അതുകൊണ്ട് തന്നെ DYFI പ്രവർത്തകർ വലിയ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ മറ്റുള്ളവർക്കൊരു പ്രചോദനമാകണമെന്ന് കരുതിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ഈ പാക്കറ്റിൽ എന്താണുള്ളതെന്ന് അറിയണ്ടേ? ഏകദേശം 4 കൂട്ടം കറിയും ചോറുമാണുള്ളത്. ഹോട്ടലിലാണെങ്കിൽ ഇതിന് 70-80 രൂപയോളം കൊടുക്കേണ്ടി വരും. വീഡിയോ കാണുന്ന ചിലരെങ്കിലും ചോദിച്ചേക്കാം, പാവങ്ങൾക്കായുള്ള പൊതിച്ചോറെന്ന് പറഞ്ഞു, നീ എന്തിനാണ് വാങ്ങി കഴിക്കുന്നത്? നിനക്ക് പൈസ കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങി കഴിച്ചുകൂടെ? ഞാനൊരു രോഗിയുടെ കൂട്ടിരിപ്പുകാരനായി വന്നതാണ്. അപ്പോൾ എനിക്കും അവകാശപ്പെട്ടതാണ് ഈ ഒരു ഊണ്. കാരണം ഞാൻ അംബാനിയുടെ മകനൊന്നുമല്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. സത്യം പറഞ്ഞാൽ നല്ല രീതിക്കുള്ള പാക്കിംഗ് ആണ് കേട്ടോ. കാണുമ്പോൾ തന്നെ കൊതിയാകുന്നു. നമുക്ക് കഴിച്ചു തുടങ്ങിയാലോ? ഞാൻ ഉച്ചയ്ക്ക് 2 മണിക്ക് വാങ്ങിയ പൊതിച്ചോറാണ്. എനിക്ക് നൊയമ്പ് ഉള്ളത് കൊണ്ട് തന്നെ നൊയമ്പ് തുറക്കിയ ശേഷമാണ് ഞാനിത് കഴിക്കുന്നത്. ആദ്യം നാരങ്ങ അച്ചാറിൽ നിന്ന് തുടങ്ങാം. അടുത്തായി അവിയലുമുണ്ടല്ലോ. എല്ലാം കൂടി കൂട്ടി കുഴച്ച് തന്നെ കഴിക്കാം. ആദ്യം നന്നായി ചേർത്ത് വിരകി മുകളിലെ പച്ചടി കൂടി എടുത്ത് ചേർത്ത് നന്നായിട്ട് കുഴച്ച് കഴിക്കാം. നമുക്ക് കഴിച്ചു തുടങ്ങാം. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. വളരെ നന്നായിട്ടുണ്ട്. കുറച്ച് അച്ചാറ് തൊട്ട് നാവിൽ വെക്കാം. ശരിക്കും നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ കഴിക്കുന്നതേ അറിയുന്നില്ല. സാമ്പാറിൻ്റെ കാര്യം ഞാനങ്ങ് മറന്നു. സാമ്പാർ ഒഴിച്ച് കഴിച്ചു നോക്കാം. നല്ല പരിപ്പൊക്കെ ചേർത്ത് നല്ല കൊഴുപ്പുള്ള സാമ്പാറാണ്. അങ്ങനെ ഇതും കൂടി ഒന്ന് കഴിച്ചു നോക്കാം. ആഹാ, വളരെ നന്നായിട്ടുണ്ട്. അങ്ങനെ എൻ്റെ വിശപ്പൊക്കെ മാറിക്കഴിഞ്ഞു. ഏതായാലും ഭക്ഷണം ബാക്കി വെക്കുന്ന ശരിയല്ലല്ലോ. ഒരു വറ്റ് പോലും വീഴാതെ കഴിക്കാം. അതും ശരിക്കും ഒരു കലയല്ലേ? അങ്ങനെ വലിയ ഒരു യുദ്ധത്തിന് ശേഷം ഞാൻ ഭക്ഷണം കഴിച്ചിരിക്കുകയാണ്. DYFIക്കാർക്ക് ഒന്നുകൂടി നന്ദി പറയുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്ന് മാത്രം, ഭക്ഷണം ഒരിക്കലും വേസ്റ്റ് ചെയ്യരുത്. നമുക്ക് വേണ്ടെങ്കിൽ കഴിക്കുന്നവർക്ക് കൊടുക്കുക. അതിലും വലിയൊരു പുണ്യം ഈ ലോകത്ത് വേറെയില്ല.